ക്വസ്റ്റ്യനിൽ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പറാണ് കാണാൻ പറഞ്ഞത്. ഇയർ 2011 to 2017 വരെ കൊടുത്തിട്ടുണ്ട്. കറണ്ട് ബേസ് ഇൻഡെക്സ് നമ്പർ ഓരോ ഇയറിലതും കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ കാണാനുള്ള ഇക്വേഷന് FBI ഓഫ് പ്രീവിയസ് ഇയർ ഇൻറ്റു കറണ്ട് ബേസ് ഇൻഡെക്സ് നമ്പർ ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓരോ ഇയർ ഫസ്റ്റ് 2011 കറണ്ട് ബേസ് ഇൻഡെക്സ് നമ്പർ 92 ആണ്. പ്രീവിയസ് ഇയർ ഇല്ലാത്തതുകൊണ്ട് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ഈസ് ഈക്വൽ ടു കറണ്ട് ബേസ് ഇൻഡെക്സ് നമ്പർ തന്നെയാണ്. അപ്പോൾ 92 തന്നെ കൊടുക്കാം. 2012 105 ആണ്. 105 ഇൻറ്റു പ്രീവിയസ് ഇയർ 92 ആണ്. 92 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 96.60 കിട്ടും. 2013 110 ആണ്. 110 ഇൻറ്റു 96.60 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 106.26. 2014 112 ആണ്. 112 ഇൻറ്റു 106.26 ബൈ 100 ചെയ്താൽ 119.01 കിട്ടും. 2015 120 ആണ്. 120 ഇൻറ്റു 119.01 ബൈ 100 ഈസ് ഈക്വൽ ടു 142.81 ആണ്. 2016 124 ഇൻറ്റു 142.81 by 100 is equal to 177.09. 2017 130 into 177.09 by 100 is equal to 230.22 കിട്ടും. Next question. From the following data, construct index number for each the 7 years taking the year 2013 as base. Question ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് 2013 എന്ന് പറഞ്ഞത് ബേസ് ഇയർ ആണ്. ഇവിടെ ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2013 പ്രൈസ് 36, 2014 40, 2015 48, 2016 52, 2017 16, 2018 80, 2019 95. Calculation of fixed base index method. FBI is equal to current year price by fixed base year price into 100. FBI ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓരോ ഇയറിൻ്റെ FBI കാൽക്കുലേറ്റ് ചെയ്യണം. 2013 പ്രൈസ് എന്ന് പറയുന്നത് 36 ആണ്. FBI വരുന്നത് 100 ആണ്. 100 ടേക്കൺ ആസ് 100. 2014 പ്രൈസ് 40 ആണ്. 2014 കറണ്ട് ഇയർ പ്രൈസ് എന്ന് പറയുന്നത് 40ഉം ഫിക്സഡ് ബേസ് ഇയർ പ്രൈസ് 36 ആണ്. 2030 ആണ് ബേസ് ഇയർ ആയി കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് 36 ഇവിടെ ഫിക്സഡ് ബേസ് ഇയർ പ്രൈസ് ആയി വരുന്നത്. 40 by 36 into 100 is equal to 111.11. 2015 പ്രൈസ് 48 ആണ്. 48 by 36 into 100 is equal to 133.33. 2016 പ്രൈസ് 52 ആണ്. 52 by 36 into 100 144.44. 2017 പ്രൈസ് 60 ആണ്. 16 by 36 into 100 is equal to 166.67. 2018 പ്രൈസ് 80 ആണ്. 80 by 36 into 100 is equal to 222.22. 2019 പ്രൈസ് 95 ആണ്. 95 by 36 into 100 is equal to 263.89. ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സെക്കൻഡ് മെത്തേഡാണ് ചെയിൻ ബേസ് ഇൻഡെക്സ് മെത്തേഡ് CBI. അണ്ടർ ദിസ് മെത്തേഡ് ദർ ഈസ് നോ ഫിക്സഡ് ബേസ് പീരീഡ്. The year immediately preceding the one for which the price index has to be calculated is assumed as the base year. അതായത് for the year 2020 the base year would be 2019. For 2019 it would be 2018. CBI കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ചെയിൻ ഇൻഡെക്സ് ഓഫ് പ്രീവിയസ് ഇയർ ഇൻറ്റു ലിങ്ക് റിലേറ്റീവ് ഓഫ് കറണ്ട് ഇയർ ഡിവൈഡഡ് ബൈ 100. അതിൽ ലിങ്ക് റിലേറ്റീവ് ഓഫ് കറണ്ട് ഇയർ കാണാൻ പ്രൈസ് ഓഫ് കറണ്ട് ഇയർ ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് പ്രീവിയസ് ഇയർ ഇൻറ്റു 100. നെക്സ്റ്റ് ഒരു പ്രോബ്ലം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കൺസ്ട്രക്ട് ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇയർ 2011 12 13 14 15 2016 17 18 19 2020.
price 120, 124, 136, 140, 148, 150, 160, 172, 180, 200. Construction of index numbers using chain-based index method. Chain-based index method കാണാൻ ഫസ്റ്റ് ലിങ്ക് റിലേറ്റീവ് കാണണം. അത് കാണാനുള്ള ഇക്വേഷൻ പ്രൈസ് ഓഫ് കറൻറ്റ് ഇയർ ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് പ്രീവിയസ് ഇയർ ഇൻറ്റു 100. അപ്പോൾ 2011 ലിങ്ക് റിലേറ്റീവ് കാണാൻ കറൻറ്റ് ഇയർ പറയുന്നത് 120 ആണ്. പ്രീവിയസ് ഇയർ ഇല്ലാത്തതുകൊണ്ട് അവിടെ 100 ആയിട്ട് തന്നെ എടുക്കുക. 2012 കറൻറ്റ് ഇയർ പറയുന്നത് കറൻറ്റ് ഇയർ പ്രൈസ് പറയുന്നത് 124ഉം പ്രീവിയസ് ഇയർ പ്രൈസ് 120 124 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 103.33. 2013 കറൻറ്റ് ഇയർ പ്രൈസ് 136ഉം പ്രീവിയസ് ഇയർത്തെ 124 ആണ്. അപ്പം 136 ഡിവൈഡഡ് ബൈ 124 ഇൻറ്റു 100 109.68. 2014 കറൻറ്റ് ഇയർ പ്രൈസ് 140 ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ പ്രൈസ് 136 ഇൻറ്റു 100 102.94. അങ്ങനെ 2020 വരെയുള്ള ലിങ്ക് റിലേറ്റീവ് കാണുക. എന്നിട്ട് സി ബി ഐ കാണാൻ ചെയിൻ ഇൻഡെക്സ് ഓഫ് പ്രീവിയസ് ഇയർ ഇൻറ്റു ലിങ്ക് റിലേറ്റീവ് ഓഫ് കറൻറ്റ് ഇയർ ഡിവൈഡഡ് ബൈ 100 ആണ് ഇക്വേഷൻ. അപ്പോൾ 2011 സി ബി ഐ പ്രീവിയസ് ഇയർ ഇല്ലാത്തതുകൊണ്ട് അവിടെ 100 ആയിട്ട് തന്നെ എടുക്കുക. 2012 കറൻറ്റ് ലിങ്ക് റിലേറ്റീവ് ഓഫ് കറൻറ്റ് ഇയർ 103.33 ഇൻറ്റു ചെയിൻ ഇൻഡെക്സ് ഓഫ് പ്രീവിയസ് ഇയർ പറയുന്നത് 100 ആണ്. അത് ഡിവൈഡഡ് ബൈ 100 103.33. 2013 ലിങ്ക് റിലേറ്റീവ് 109.68 ഇൻറ്റു പ്രീവിയസ് ഇയർത്തെ ചെയിൻ ഇൻഡെക്സ് 103.33 ഡിവൈഡഡ് ബൈ 100 113.33. 2014 ലിങ്ക് റിലേറ്റീവ് 102.94 ഇൻറ്റു പ്രീവിയസ് ഇയർത്തെ 109.68 ഡിവൈഡഡ് ബൈ 100 116.67. അങ്ങനെ 2020 വരെയുള്ള ചെയിൻ ബേസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. Okay, next question. From the following data, construct chain-based index numbers. ഇയറും പ്രൈസും തന്നിട്ടുണ്ട്. ഇയർ 2001 140 ആണ് പ്രൈസ്, 2002 158, 2003 164, 2004 172, 2005 181, 2006 186, 2007 193. ഓക്കെ, നമ്മളപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം ലിങ്ക് റിലേറ്റീവ് കാണാൻ പ്രൈസ് ഓഫ് കറണ്ട് ഇയർ ബൈ പ്രൈസ് ഓഫ് പ്രീവിയസ് ഇയർ ഇൻറ്റു 100 ആണ്. പിന്നെ നമ്മൾ സി ബി ഐ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സി ബി ഐ കാണാൻ ചെയിൻ ഇൻഡെക്സ് ഓഫ് പ്രീവിയസ് ഇയർ ഇൻറ്റു ലിങ്ക് റിലേറ്റീവ് ഓഫ് കറണ്ട് ഇയർ ബൈ 100 ആണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞു. ഇനി ആൻസറിലേക്ക് പോകാം. സോ നമ്മൾ ഇയർ പ്രൈസ് കോൾ ഉണ്ടാക്കാം. പിന്നെ ചെയിൻ ബേസ് ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ 2 കോളാക്കിയിട്ട് ലിങ്ക് റിലേറ്റീവും സി ബി ഐ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു കോളമാക്കാം. സോ ആദ്യം 2001 ഇയറിലെ പ്രൈസ് പറയുന്നത് 140 ആണ്. സോ നമുക്ക് പ്രീവിയസ് ഇയറിലെ പ്രൈസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് 100 ആണ് ഇവിടെ എടുക്കുന്നത്. സെയിം തന്നെയാണ് നമ്മൾ സി ബി ഐയിലും 100 തന്നെയാണ് എടുക്കുന്നത്. പിന്നെ 2002 ഇയറിൽ നോക്കുകയാണെങ്കിൽ പ്രൈസ് 158. ഇനി നമ്മളിവിടെ അതിനകത്ത് തന്നിട്ടുള്ള ആ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് പ്രൈസ് ഓഫ് കറണ്ട് ഇയർ ബൈ പ്രൈസ് ഓഫ് പ്രീവിയസ് ഇയർ ഇൻറ്റു 100. സോ ഇവിടെ കറണ്ട് ഇയറിലെ പ്രൈസ് പറഞ്ഞ 158 ആണ്, പ്രീവിയസ് ഇയറിലെ പ്രൈസ് പറഞ്ഞ 140. അപ്പോൾ രണ്ടും ഡിവൈഡ് ചെയ്തിട്ട് 100 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 112.85 ടോട്ടൽ കിട്ടും. ഇനി നമ്മൾ സി ബി ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള പ്രൈസിനോട്, അതായത് ചെയിൻ ഇൻഡെക്സിൻ്റെ പ്രീവിയസ് ഇയറിലെ പ്രൈസിനോട് എന്താണ് ലിങ്ക് റിലേറ്റീവ് ഓഫ് കറണ്ട് ഇയറിന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ
അതിൽ നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് 112.85 ആണ്. നെക്സ്റ്റ് നമ്മൾ 2003 ആണ്. അതിൽ പ്രൈസ് പറയുന്നത് 164. നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം തന്നെയാണ്. ആ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 164 ഡിവൈഡഡ് ബൈ 158 ഇൻറ്റു 100 ആൻഡ് ദ ടോട്ടൽ ഈസ് 103.79. സെയിമിലി CBIയിൽ 103.79 into 112.85 divided by 100 and the total is 117.12. Next 2004 price 172 ആണ്. 172 divided by 164 into 100 and the total is 104.87 ആണ്. CBI കാണാൻ 104.87 into 103.79 all divided by 100 ആണ്. And the total is 108.84. നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് 2005 അതിൻ്റെ പ്രൈസ് 181 ആണ്. സോ ലിങ്ക് റിലേറ്റീവ് കാണാൻ 181 divided by 172 into 100 and the total is 105.23 ആണ്. And then CBI കാണാൻ 105.23 into 104.87 whole divided by 100 and the total is 110.35. And the next year is 2006 ആണ്. അതിലെ പ്രൈസ് 186. സോ ലിങ്ക് റിലേറ്റീവ് കാണാം 186 divided by 181 into 100 and the total is 102.76 ആണ്. അതുപോലെ തന്നെ CBIയിൽ 102.76 into 105.23 whole divided by 100 and the total is 108.13. and the last year is 2007 ആണ്. അതിൻ്റെ പ്രൈസ് 193 ആണ്. അപ്പോൾ ലിങ്ക് റിലേറ്റീവ് കാണാൻ 193 divided by 186 into 100 and the total is 103.76. then CBI കാണാൻ 103.76 into 102.76 all divided by 100 and the total is 106.62. പറഞ്ഞത് ചെയിൻ ബേസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് ഇയറും പ്രൈസും തന്നിട്ടുണ്ട്. ഇയർ 2000, 2001, 2002 അങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ പ്രൈസും തന്നിട്ടുണ്ട്. 130, 134, 146, 150 എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ വെച്ചാൽ CBI കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതറിഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ചെയിൻ ഇൻഡെക്സ് ഓഫ് പ്രീവിയസ് ഇയർ ഇൻറ്റു ലിങ്ക് റിലേറ്റീവ് ഓഫ് കറണ്ട് ഇയർ ബൈ 100 ആണ്. അതിൽ നമ്മൾ ലിങ്ക് റിലേറ്റീവ് ഓഫ് കറണ്ട് ഇയർ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ പ്രൈസ് ഓഫ് കറണ്ട് ഇയർ ബൈ പ്രൈസ് ഓഫ് പ്രീവിയസ് ഇയർ ഇൻറ്റു 100. അതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ബോക്സ് വരയ്ക്കണം. അതിൻ്റെ ഫസ്റ്റ് കോളത്തിൽ ഇയർ, സെക്കൻഡ് കോളത്തിൽ തന്നിട്ടുള്ള ഇയറും തന്ന പ്രൈസും എഴുതുക. എന്നിട്ട് അടുത്ത് നമ്മൾ എഴുതേണ്ടത് ലിങ്ക് റിലേറ്റീവ് ആണ് കണ്ടുപിടിക്കുക. ലിങ്ക് റിലേറ്റീവ് എങ്ങനെയാണ് കാണേണ്ടതെന്ന് മുകളിൽ നമ്മൾ ഇക്വേഷൻ പറഞ്ഞ് പ്രൈസ് ഓഫ് കറണ്ട് ഇയർ ബൈ പ്രൈസ് ഓഫ് പ്രീവിയസ് ഇയർ ഇൻറ്റു 100 അങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ 2000 ആണ് ഫസ്റ്റ് എടുക്കുന്നത്. 2000 നമുക്ക് തന്ന പ്രൈസ് 130 ആണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു പ്രീവിയസ് ഇയറിൻ്റെ ഒരു കണക്കില്ല. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2000 അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയറിനായിട്ട് കണക്കാക്കാനായിട്ട് ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളൊരു 100 ആയിട്ട് അവിടെ എടുക്കുകയാണ്. ഒരു അസ്യൂം ചെയ്യുകയാണ് 100. കാരണം പ്രീവിയസ് ഇയർ അവിടെ ഇല്ല, പ്രീവിയസ് ഇയറിൻ്റെ അതില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ 2001 വരുമ്പോൾ നമുക്ക് തന്നത് 134 ആണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പ്രൈസ് ഓഫ് കറണ്ട് ഇയർ, അപ്പോൾ 134 ബൈ പ്രൈസ് ഓഫ് പ്രീവിയസ് ഇയർ, അതായത് മുകളിൽ 130 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 103.07 ആൻസർ കിട്ടും. ഇനി അടുത്ത 2002 എടുക്കുന്ന സമയത്ത് തന്നത് 146 ആണ്. അപ്പോൾ 146 ബൈ പ്രീവിയസ് ഇയർ 134 ഇൻറ്റു 100 108.95. ഈ 2003 എടുക്കുകയാണെങ്കിൽ 150 ആണ് തന്നത്. അപ്പോൾ 150 ബൈ പ്രീവിയസ് ഇയറിൻ്റെ 146 ആണ് ഇൻറ്റു 100 102.73. അങ്ങനെയാണ് ഈ ലിങ്ക് റിലേറ്റീവ് കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ, അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് CBI ആണ് കണ്ടുപിടിക്കേണ്ടത്. CBI എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ അതിലും അങ്ങനെ തന്നെ ഫസ്റ്റ് നമ്മൾ ടേക്കൺ ആസ് 100 ആണ്. ഫസ്റ്റത്തെ 100. രണ്ടാമത്തെ CBI കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചെയിൻ ഇൻഡെക്സ് ഓഫ് പ്രീവിയസ് ഇയർ ഇൻറ്റു ലിങ്ക് റിലേറ്റീവ് ഓഫ് കറണ്ട് ഇയർ ബൈ 100 ആണ്. അപ്പോൾ സെക്കൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലിങ്ക് റിലേറ്റീവ് ഓഫ് കറണ്ട് ഇയർ, ഈ കറണ്ട് ഇയറിൻ്റെ ലിങ്ക് റിലേറ്റീവ് എന്ന് പറയുന്നത് 103.07 ആണ് ഇൻറ്റു ചെയിൻ ഇൻഡെക്സ് ഓഫ് പ്രീവിയസ് ഇയറിൻ്റെ ചെയിൻ ഇൻഡെക്സ്, അതായത് എത്രയാണ് 100 ആണ്. മുകളിൽ 100 അല്ല ഉള്ളത്, പ്രീവിയസ് ഇയറിൻ്റെത് 100 ആണ്. അങ്ങനെ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. അപ്പോൾ 103.07 കിട്ടും.
ഇനി അടുത്ത എടുക്കുന്ന സമയത്ത് ലിങ്ക് റിലേറ്റീവ് ഓഫ് കറണ്ട് ഇയർ എന്ന് പറയുന്നത് എത്രയാണ് 108.95 എന്നിട്ട് ഇൻറ്റു ചെയിൻ ഇൻഡെക്സ് ഓഫ് പ്രീവിയസ് ഇയറിൻ്റെ ചെയിൻ ഇൻഡെക്സ് പറയുന്നത് 103.07 പ്രീവിയസ് ഇയറിൻ്റെത്. എന്നിട്ട് അത് ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 112.29 കിട്ടും. അതുപോലെ തന്നെ അടുത്ത എടുക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ലിങ്ക് റിലേറ്റീവ് കറണ്ട് ഇയറിൻ്റെ ലിങ്ക് റിലേറ്റീവ് എന്ന് പറയുന്നത് 102.73 ഇൻറ്റു പ്രീവിയസ് ഇയറിൻ്റെ ചെയിൻ ഇൻഡെക്സ് എടുക്കുക 108.95 എടുക്കുക, അത് ഡിവൈഡ് ബൈ 100 ചെയ്യുക, അപ്പോൾ 111.92 കിട്ടും. സെയിം വേലാണ് ചെയ്തു പോവുക, അത്രയേ ഉള്ളത്. Today I got the topic conversion of index number. കൺവേർഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുകയാണെങ്കിൽ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ നമ്മൾ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതല്ലെങ്കിൽ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ നമ്മൾ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ ഒരു ഡെഫിനിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഇത് കാണാനുള്ള ഫോർമുല എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ അതായത് CBI ഈസ് ഈക്വൽ ടു ഫിക്സഡ് ബേസ് ഇൻഡെക്സ് ഓഫ് കറണ്ട് ഇയർ ഡിവൈഡഡ് ബൈ ഫിക്സഡ് ബേസ് ഓഫ് ജസ്റ്റ് പ്രീവിയസ് ഇയർ. അതായത് ഇപ്പോഴത്തെ വർഷം കൊണ്ട് കഴിഞ്ഞ വർഷമായിട്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ചെയിൻ ബേസ്ഡ് ഇൻഡെക്സ് നമ്പർ കിട്ടും. ഇതിൻ്റെ അകത്ത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റത്തെ ഇയർ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ എപ്പോഴും 100 ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഓൾറെഡി നമുക്ക് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇയർ വൈസ് FBI തന്നിട്ടുണ്ട്. സോ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ കൺവേർഷൻ ഓഫ് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ഇൻറ്റു ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ. സോ നമ്മളൊരു ബോക്സ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് തന്ന എല്ലാ ഇയറും FBI-യും നോട്ട് ഡൗൺ ചെയ്യുക. ലൈക്ക് വെർട്ടിക്കലായിട്ട് 2011 to 2017 വരെ ആൻഡ് FBI-യും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ CBI ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 100 ആണ് ഫസ്റ്റത്തെ ഇയർ എടുക്കേണ്ടത്. സോ ടേക്കൺ ആസ് 100 പറഞ്ഞിട്ട് എഴുതാം. സെക്കൻഡ് ഇയർ തൊട്ടിട്ട് നമ്മൾക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 400 ഡിവൈഡഡ് ബൈ 380 ഇൻറ്റു 100, അപ്പോൾ നമുക്ക് 105.26 എന്ന് കിട്ടും. അതുപോലെ എല്ലാ വർഷവും ചെയ്തെടുക്കിച്ചാൽ വി വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. Next question. From the following data construct indices using A. chain base method and B. fixed base index numbers by taking the year 2011 as the base. Year 2011, 2012, 2013, 2014, 15, 16, 17, 18 and the price 50, 53, 60, 61, 64, 70, 72, 75. ഇതിൽ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് ബേസ് മെത്തേഡും കാണണം, ചെയിൻ ബേസ് മെത്തേഡും കാണണം ഈ ഒരു ക്വസ്റ്റ്യനിൽ. FBI കാണാനുള്ള ഇക്വേഷൻ കറണ്ട് ഇയർ പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഫിക്സഡ് ബേസ് ഇയർ പ്രൈസ്. അപ്പം 2011 100 ടേക്കൺ ആസ് 100 ആക്കി എടുക്കണം. പിന്നെ 2012 53 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 106. അതുപോലെ തന്നെ 60 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 120. 2013 2014 61 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 122. ദെൻ അതുപോലെ എല്ലാ ഇയർത്തും ചെയ്യുക. FBI കാണാനുള്ള ഇക്വേഷൻ കറൻറ്റ് ഇയർ പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഫിക്സഡ് ബേസ് ഇയർ. ഈ നെക്സ്റ്റ് കാണേണ്ടത് ചെയിൻ ബേസ് ഇൻഡെക്സ് മെത്തേഡാണ്. CBI ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ CBI ഈസ് ഈക്വൽ ടു ചെയിൻ ഇൻഡെക്സ് ഓഫ് പ്രീവിയസ് ഇയർ ഇൻറ്റു ലിങ്ക് റിലേറ്റീവ് ഓഫ് കറൻറ്റ് ഇയർ ഡിവൈഡ് ബൈ 100. ഫസ്റ്റ് നമ്മൾ കാണേണ്ടത് ലിങ്ക് റിലേറ്റീവ് ഓഫ് കറൻറ്റ് ഇയർ ആണ്. അപ്പം ലിങ്ക് റിലേറ്റീവ് ഓഫ് കറൻറ്റ് ഇയർ കാണുക എങ്ങനെയാ വെച്ചാൽ പ്രൈസ് ഓഫ് കറൻറ്റ് ഇയർ ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് പ്രീവിയസ് ഇയർ ഇൻറ്റു 100. ഫസ്റ്റ് ലിങ്ക് റിലേറ്റീവ് ആണ് കാണേണ്ടത്. അപ്പം ഫസ്റ്റ് ലിങ്ക് റിലേറ്റീവ് ആണ് കാണേണ്ടത് 2011 ടേക്കൺ ആസ് 100. ദെൻ 2012 53 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100. അത് അതിൻ്റെ ഇക്വേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് കറൻറ്റ് ഇയർ ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് പ്രീവിയസ് ഇയർ ഇൻറ്റു 100. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 106. അതുപോലെ തന്നെ 2013 60 ഡിവൈഡഡ് ബൈ 53 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 113.21. ദെൻ 14 61 ഡിവൈഡഡ് ബൈ 60
into 100, that is equal to 101.67. Then 64 divided by 61 into 100, 104.92. 70 divided by 64 into 100, that is equal to 109.38. Then 72 divided by 70 into 100, that is equal to 102.86. Then 2018 75 divided by 72 into 100, that is equal to 104.17. ഇനി നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് CBI ചെയിൻ ബേസ് ഇൻഡെക്സ് മെത്തേഡ്. അത് 2011 ടേക്കൺ ആസ് 100 ആസ് ദെൻ 2012 100 into 106 divided by 100, that is equal to 106. Then 2012 106 into 113.21 divided by 100, that is equal to 120. 120 into next year 120 into 101.67 divided by 100 equal to 122. Then 2015 122 into 104.28 divided by 100 is equal to 128. Then 128 into 109.38 divided by 100 is equal to 140. Then 2017 140 into 102.86 divided by 100 is equal to 144. Then 2018 144 into 104 in 0.17 divided by 100 is equal to